നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കാർലോ അഞ്ചലോട്ടി ഇന്നലെ SBT, അതായത് അവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമമാണ്, അവരുടെ ജേർണലിസ്റ്റ് ഗൽവാവോ ബ്യൂനയുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. അതിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, വേൾഡ് കപ്പിനുള്ള സ്കോഡൊക്കെ ഇപ്പോൾ ഏതാണ്ട് സെറ്റായില്ലേ, ഇനിയിപ്പോൾ ഏതെങ്കിലും പൊസിഷനൊക്കെ ബാക്കിയുണ്ടോ, ഏതെങ്കിലും താരങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു മറുപടിയുണ്ട്. ഇനി 4-5 സ്പോട്ടുകൾ ഇപ്പോഴും ഓപ്പൺ ആണെന്ന്. അത് ഏതൊക്കെ പൊസിഷനാണ് അതുകൂടി അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട്. അത് ഏതൊക്കെ പൊസിഷനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, 4-5 സ്പോട്ടുകൾ ഇനിയും ബാക്കിയുണ്ട് ഫിക്സ്ഡ് ആവാതെ. ആ ഒരു സെൻസ് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ ഡൗട്ട്സ് ഇപ്പോഴും വേൾഡ് കപ്പിനുള്ള സ്കോഡിലുണ്ട്. അതുകൊണ്ടാണ് ഈ മാസത്തെ മത്സരങ്ങൾക്കുള്ള കോളപ്പിൽ എനിക്ക് വലിയ അറിവില്ലാത്ത അല്ലെങ്കിൽ നന്നായിട്ട് അറിയാത്ത ചില താരങ്ങളെ കൂടി വിളിച്ചത്. ഇനിയിപ്പോൾ ഏതൊക്കെ പൊസിഷനാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ, എനിക്കൊരു ഡിഫൻഡറുടെ കാര്യം ഇനിയും തീരുമാനമാവാനുണ്ട്. ഒരു പൊസിഷൻ അവിടെ ബാക്കിയുണ്ട്. ഐ വാണ്ട് 1 ഡിഫൻഡർ. 2 മിഡ്ഫീൽഡേഴ്സ്, മിഡ്ഫീൽഡിലേക്ക് 2 പൊസിഷൻ ഇപ്പോഴും ഓപ്പണാണ്. അതുപോലെ 2 അറ്റാക്കേഴ്സ്. അവിടെയാണ് ആരാധകർക്ക് നെയ്മർക്ക് സാധ്യതയുണ്ട് എന്നൊരു പ്രതീക്ഷ വരുന്നത്. അപ്പോൾ ആഞ്ചലോട്ടി പറയാണ്, ഐ വാണ്ട് 1 ഡിഫൻഡർ, 2 ഫോർ മിഡ്ഫീൽഡ് ആൻഡ് 2 മോർ ഫോർ അറ്റാക്ക്. മുന്നേറ്റത്തിലേക്ക് 2 താരങ്ങളെ കൂടിയും വേണം. പിന്നെ ബ്രസീലായതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വളരെ ഹൈ ആണ് സ്ക്വാഡിലേക്ക് ഇടം പിടിക്കാൻ വേണ്ടി. ടീം ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ടീമാണ്, വളരെ ഫോർച്ചുനേറ്റ് ആണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇപ്പം വളരെ കൃത്യമായിട്ട് കാർലോ അഞ്ചലോട്ടി തൻ്റെ ടീമിനെ വേൾഡ് കപ്പിന് ഒരുക്കുന്നൊരു തിരക്കിലാണ്. മികച്ച പ്ലെയേഴ്സ് ഇവിടെ വ്യത്യസ്ത പൊസിഷനുകളിലുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അപ്പോൾ ആരൊക്കെയാണ് ഇപ്പോൾ ആഞ്ചലോട്ടിയുടെ സ്ക്വാഡിൽ ഇടം ഉറപ്പാക്കിയിട്ടുള്ള താരങ്ങൾ? അദ്ദേഹം പറയുന്നത് 4-5 സ്പോട്ട്, അല്ലെങ്കിൽ ഒരു 5-6 സ്പോട്ടിലേക്ക് ഇനിയും ആളുകളെ വേണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഓൾറെഡി ഉറപ്പാക്കിയിട്ടുള്ള ചില പൊസിഷനുകളുണ്ടല്ലോ. അതാരൊക്കെയാണ്, ഏതൊക്കെ താരങ്ങൾക്കാണ് വേൾഡ് കപ്പിൽ ഇപ്പോഴേ സ്ഥാനം ഉറപ്പായിട്ടുള്ളത്? ബ്രസീലിയൻ മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലിസ്റ്റ് തന്നെ ഇപ്പോൾ പുറത്തു വിട്ടു. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ആഞ്ചലോട്ടി കൊണ്ടുപോകുന്ന 21 താരങ്ങളെ ഓൾമോസ്റ്റ് അദ്ദേഹം ഉറപ്പിച്ചിട്ടുണ്ട്. ഗോൾ കീപ്പർമാരായിട്ട് ആലിസൺ, എഡേഴ്സൺ, ബെൻഡോ, ഈ 3 പേരെ തന്നെയാണ് അദ്ദേഹം പരിഗണിക്കുന്നത്. പക്ഷേ ഇതിലുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ആലിസൻ്റെയും എഡേഴ്സിൻ്റെയും ഇഞ്ചുറി റെക്കോർഡ് അത് ഒരല്പം ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഡിഫൻഡർമാരായിട്ട് അദ്ദേഹം ഉറപ്പിച്ചിട്ടുള്ളത് മാർക്കിന്യോസ്, ഗബ്രിയൽ മെഗല്ലസ്, ഡാനിലോ, ഫ്ലെമിംഗോയുടെ ഡാനിലോ, നെതർ ബിലീറ്റാവോ സെൻട്രൽ ബാക്കുമാരായിട്ട്. അതേസമയം ഫുൾ ബാക്കുമാരായിട്ട് വെസ്ലി, ഡഗ്ലസ് സാൻഡോസ്, അലക്സാൻഡ്രോ എന്നിവരെ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും 1-2 പൊസിഷൻസ് അവിടെ ബാക്കിയുണ്ടെന്ന് അർത്ഥം. മിഡ്ഫീൽഡർമാരായിട്ട് കാസമിറോ, ബ്രൂണോ ഗുയിമാരസ്, ഫാബിഞ്ഞോ, ആൻഡ്രി സാൻഡോസ്, ഇവരെയാണ് അദ്ദേഹം നിലവിൽ കാണുന്നത്. പക്ഷേ അതിൽ ബ്രൂണോ ഗുയിമാരസിനൊക്കെ പരിക്കുണ്ട്. വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും ഫിറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫോർവേഡ്മാരായിട്ട് വിനി ജൂനിയർ, എസ്റ്റവായോ, റാഫീഞ്ഞ, ലൂയിസ് എൻറിക്കെ, ഗബ്രിയൽ മാർട്ടിനെല്ലി, ജാവോ പെഡ്രോ, മാത്യൂസ് കുഞ്ഞ. ഇനിയും 1-2 പൊസിഷനുകൾ കൂടി അവിടെയും ഫില്ലാവാനുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.